ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് കഫേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല സ്പൈസി ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിനേക്കാട്ടിലും കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനായിട്ട് ഒരു പാത്രത്തിൽ ചിക്കൻ എടുത്തു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒട്ടും വെള്ളം ചിക്കനിൽ പാടില്ല, നല്ല ഡ്രൈ ആയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ, എന്നാലാണ് ആ പൊടികളെല്ലാം അതിലേക്ക് പിടിക്കുകയുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ആഡ് ചെയ്യാം. ഈ കോൺഫ്ലോർ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും ചിക്കൻ ഫ്രൈക്ക്. അതുകൊണ്ടാണ് കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് ഉള്ളിൽ വെന്തിട്ടും ഉണ്ടാവും, പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. അതുകൊണ്ടാണ് കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വേണം ഇടാൻ. നമ്മൾ ഇടണ സമയത്ത് നല്ല തീ വേണം, എന്നാൽ മാത്രമാണ് ആ പെട്ടെന്ന് തന്നെ അത് അങ്ങോട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ, ഉള്ളു വെന്തും കിട്ടും. അതുകൊണ്ട് തന്നെ തീ കൂട്ടിയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് ഏകദേശം വെന്തയും അത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ചിക്കൻ പീസും അതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ വേറൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്ന ഓയിലില്ലേ, ആ ബാക്കി വന്ന എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ഇടാം. ഇങ്ങനെ വെളുത്തുള്ളി അരിഞ്ഞ് വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല പ്രത്യേക ഒരു മണമൊക്കെയാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്ര അധികം ഇടണോ അത്രയും ടേസ്റ്റാണ്, കാരണം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അത് ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആയി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള, ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് ഒരു പകുതി മതി, അത്രയും സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള വേവാനൊന്നും നോക്കിയിരിക്കണ്ട, ജസ്റ്റ് ഒരു ക്രിസ്പി ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ എല്ലാം അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൽ വേറെ ഒന്നും ചെയ്യാനില്ല, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ആ വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് അതിലേക്ക് മിക്സ് ആവും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചിക്കൻ ഫ്രൈ കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്